യാതൊരുവിധ പരസ്യ ബോർഡുകളോ ബാനറുകളോ ഇല്ലാതെ ഇന്ന് 80ഓളം കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമാക്കി മാറ്റിയതിൽ നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയ വിശ്വാസത്തിൻ്റെയും അംഗീകാരത്തിൻ്റെയും മുദ്രയാണ്. കുട്ടികളെ ഗെയിമിങ്ങിലൂടെ ആക്ടിവിറ്റീസിലൂടെ എൻഗേജിങ്ങും പഠനവും നൽകിക്കൊണ്ട് ഒരു എഡ്യൂറ്റൈൻമെൻറ്റ് രീതിയിൽ പഠിപ്പിക്കുന്നതിൽ നമ്മുടെ സ്ഥാപനവും സിലബസും വിജയിച്ചിട്ടുണ്ട്. നമ്മുടെ സ്ഥാപനത്തിൽ M1 എന്ന് പറയുന്ന, അതായത് പ്രീ സ്കൂൾ 3 വയസ്സ് മുതലുള്ള കുട്ടികളും, അതേപോലെ M2 M3 എന്ന് പറയുന്ന M2 LKG ബേസ്, M3 UKG ബേസ് എന്ന് വരുന്ന KG കുട്ടികൾ മാത്രമാണുള്ളത്. ഈ കുട്ടികളെ രാവിലെ മുതൽ വൈകുന്നേരം വരെ എഴുതിച്ച്, വീട്ടിൽ നിന്ന് ഹോംവർക്കും എഴുതിച്ച്, പുസ്തകവും കുട്ടികളും ശത്രുതയിലാക്കുന്നതിന് പകരം ഒരു ഹോംവർക്ക് ഇല്ലാത്ത പഠന രീതിയാണ് നാം സ്വീകരിച്ചിട്ടുള്ളത്. നമ്മുടെ സ്ഥാപനത്തെ സ്നേഹപൂർവ്വം നെഞ്ചോടേറ്റിയ നമ്മുടെ രക്ഷിതാക്കളാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ താങ്ങും തണലും. ഈ പ്രോഗ്രാമിൽ സ്വാഗതം അർപ്പിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം. നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഡയറക്ടറും സ്റ്റെപ്പിൻ എഡ്യൂക്കേഷണൽ സർവീസസിൻ്റെ സ്ഥാപകനുമായ ജാബിർ ആനക്കയം സാറാണ് ഈ പ്രോഗ്രാമിൽ അധ്യക്ഷത വഹിക്കുന്നത്. സാറിനെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ ആനക്കയം പഞ്ചായത്ത് പ്രസിഡൻറ്റും എൻ്റെ അയൽവാസി കൂടെയായ ശ്രീ ബുഷ്ര, അവരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൻ്റെ മാറ്റുകൂട്ടാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ഫ്ലവേഴ്സ് TV സീസൺ 3 ടോപ്പ് സിംഗർ ശ്രിത വൈഷ്ണ എന്ന പാട്ടുകാരിയാണ്. മോളെയും ഞാൻ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതേപോലെ നമ്മുടെ ആനക്കയം പഞ്ചായത്ത് ചെയർമാൻ ശ്രീ ഹാഷിദ് അവറുകളാണ്. അവരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ രക്ഷിതാക്കളെയും നമ്മുടെ കുട്ടികളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് ജാബിർ ആനക്കയം സാറിനെ ക്ഷണിക്കുന്നു. നന്ദി, നമസ്കാരം. മൂന്നാമത് ബഹുമാന്യയായ ആനക്കയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റ് ശ്രീമതി ബുഷ്ര മാഡം, എൻ്റെ സുഹൃത്തും നമ്മളുടെ ഈ തോടിനപ്പുറം മുതലുള്ള ആനക്കയം പഞ്ചായത്തിൻ്റെ 4ാം വാർഡ് മെമ്പറും ആനക്കയം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ശ്രീ CK ഹാഷിദ്, ഈ ബിൽഡിംഗ് നിലകൊള്ളുന്ന വെള്ളാരങ്ങൽ വാർഡിൻ്റെ കൗൺസിലറും ഈ പ്രദേശത്തെ സാമൂഹ്യ പ്രവർത്തകനുമായ ശ്രീ മുജീബുർ റഹ്മാൻ, കൊച്ചുപാട്ടുകാരി ശ്രീധ, ഇവിടെ എത്തിച്ചേർന്ന രക്ഷിതാക്കളെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, സ്കൂൾ വാർഷികത്തിൻ്റെ ആമുഖത്തിൽ നടക്കുന്ന ഉദ്ഘാടന പരിപാടിയുടെ നീളവും ദൈർഘ്യവും രക്ഷിതാക്കൾക്ക് ആകർഷകമായ ഒരു കലാപരിപാടിയല്ല എന്നതാണ് കാലാകാലങ്ങളിലുള്ള ബോധം. എന്നാൽ നാട്ടുനടപ്പനുസരിച്ച് ഏതൊരു സംവിധാനവും നിലനിർത്തുന്നതിൽ അവിടുത്തെ
പൊതുപ്രവർത്തകർക്ക്, ജനപ്രതിനിധികൾക്ക്, സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർക്ക്, കലാകാരന്മാർക്ക് വലിയ പങ്കുണ്ട്. അവരുടെ എല്ലാം ആമുഖ ഭാഷണത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ ആരംഭിക്കാറുള്ളതും ഇത്തരത്തിലുള്ള പരിപാടികൾക്ക് അവരുടെ കൂടി അഭിവാദ്യം സ്വീകരിക്കുക എന്നതും. സാധാരണ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് കുട്ടികളുടെ കലാപരിപാടി തീരുക, അത് ആസ്വദിക്കുക എന്നുള്ളതാണ് ഇവിടെ എത്തിച്ചേർന്നതിൻ്റെ ദൗത്യം. സ്ഥാപനത്തെക്കുറിച്ചുള്ള എരിവും പുളിയും ചേർത്ത എല്ലാ വർത്തമാനങ്ങളും സാധാരണ PTA മീറ്റിങ്ങുകളിലും മറ്റും യഥേഷ്ടം ലഭിക്കുന്നതായതുകൊണ്ട് അത്തരം സംസാരങ്ങൾ ഇത്തരത്തിലുള്ള ആഘോഷ പരിപാടികളിൽ താല്പര്യക്കുറവാണ് ഉണ്ടാകാറുള്ളത്. എന്നാൽ സാങ്കേതിക കാരണങ്ങളാൽ തുടങ്ങാൻ അല്പം വൈകിയതും നമ്മളുടെ കുട്ടികൾ സജ്ജരായിക്കൊണ്ടിരിക്കുന്നതിനുമാണ് ഇവിടുത്തെ പരിപാടി ചുരുക്കുന്നത്. ഇവിടെ സ്വാഗത സംസാരത്തിൽ സൂചിപ്പിച്ചതുപോലെ 3 വർഷം കഷ്ടിച്ച് പൂർത്തിയാകുന്ന ഒരു ക്യാമ്പസാണ് ക്രയോൺ കിഡ്സ് ഹൗസ് ഓഫ് ചിൽഡ്രൻ. സാധാരണ സ്കൂളുകളെപ്പോലെ ഒരു സ്കൂൾ എന്നത് നമ്മളുടെ ആഗ്രഹത്തിൽപ്പെട്ടതല്ല. എല്ലാ വർഷവും ആവർത്തിക്കാറുള്ളത് പോലെ 1-ാം ക്ലാസ് മുതലുള്ള ക്ലാസ്സുകളും ക്രയോൺ കിഡ്സിൻ്റെ അജണ്ടയിലില്ല. കാരണം സമീപ പ്രദേശങ്ങളിലും 3 കിലോമീറ്റർ അപ്പുറത്ത് മഞ്ചേരിയിലും ധാരാളം സർക്കാർ എയ്ഡഡ്, അൺഎയ്ഡഡ്, CBSE, പ്രൈവറ്റ് ഒക്കെ എല്ലാ മേഖലയിലും സ്കൂളുകൾ ഉള്ളതിനാൽ 1-ാം ക്ലാസ് മുതലുള്ള വിദ്യാഭ്യാസം എന്നത് നിലവിലെന്നല്ല വിദൂര ഭാവിയിൽ പോലും ക്രയോൺ കിഡ്സിൻ്റെ അജണ്ടയിൽപ്പെട്ടതല്ല. അതിനാൽ തന്നെ ഏതെങ്കിലും ഒരു സ്കൂളിന് എതിരായോ സമാന്തരമായോ രൂപപ്പെട്ടതല്ല ക്രയോൺ കിഡ്സ് എന്ന് ആമുഖമായി സൂചിപ്പിക്കുകയാണ്. ദേശീയ വിദ്യാഭ്യാസ നയം 2020 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 അത് വിഭാവനം ചെയ്യുന്നത് 3 വയസ്സ് മുതലുള്ള വിദ്യാഭ്യാസമാണ്. എന്ന് പറഞ്ഞാൽ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള വിദ്യാഭ്യാസമാണ് പ്രീ പ്രൈമറി വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അത് പ്രീ KG, LKG, UKG എന്ന അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ പ്രീ KG, LKG, UKG എന്നത് 3 വയസ്സ് മുതൽ 4 വയസ്സ് വരെ, 4 വയസ്സ് മുതൽ 5 വയസ്സ് വരെ, 5 വയസ്സ് മുതൽ 6 വയസ്സ് വരെ എന്ന ഒരു പ്ലാനിലാണ് ഉള്ളത്. ഇത് ഇന്ത്യ രാജ്യത്ത് മൊത്തത്തിൽ നടപ്പിലായിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ്. സമീപഭാവിയിൽ കേരള സർക്കാർ ഉൾപ്പെടെ അതിലേക്ക് മാറും. കേരളത്തിൽ ഗവൺമെൻറ്റിന് അത് നടപ്പിലാക്കുന്നതിന് ചില തടസ്സങ്ങളുണ്ട്. കാരണം എല്ലാവരും 6-ാം വയസ്സിൽ 1-ാം ക്ലാസ്സിലേക്ക് ചേരുമ്പോൾ ഒരു വർഷത്തിൽ 5 വയസ്സിൽ കുട്ടികൾ ചേരാതെ 1-ാം ക്ലാസ് കാലിയാകാൻ സാധ്യതയുണ്ട് എന്നതിനാൽ ഇവിടെ അല്പം സാവകാശം ഉണ്ട് എന്നതിനാലാണ് ഇങ്ങനെ വൈകുന്നത്. ഞാൻ ആ വിഷയത്തിലേക്കൊന്നും പ്രവേശിക്കണില്ല. പ്രിയമുള്ള രക്ഷിതാക്കളെ, നമ്മളുടെ കുട്ടികളുടെ വളർച്ചയും പുരോഗതിയുമാണ് ഏത് രക്ഷിതാവിൻ്റെയും ആഗ്രഹം. അതിനാൽ ശാരീരിക വളർച്ച ഉറപ്പുവരുത്തുന്നതും മാനസിക സൗഖ്യം, സുഖകരമായ അവസ്ഥ വാഗ്ദാനം ചെയ്യുന്നതും ധാരാളം സുഹൃത്തുക്കളും ബന്ധങ്ങളും കാത്തു സൂക്ഷിക്കുന്ന സാമൂഹികമായ അവസ്ഥ ഉറപ്പുവരുത്തുന്നതും ഗണിതം, ഇംഗ്ലീഷ് ഭാഷ, മലയാളം, പാട്ടുകൾ, കവിത, ചിത്രരചന ഉൾപ്പെടെയുള്ള കുട്ടികളുടെ ബുദ്ധിപരമായ വളർച്ച ഉറപ്പുവരുത്തുന്നതുമായ ഒരു വിദ്യാഭ്യാസ ക്രമമാണ് യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിൽ നൽകേണ്ടത്. അതിനാൽ ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്തിലൂടെയാണ്